ഇന്ന് പെസഹ വ്യാഴാഴ്ച 6:30-ക്ക് തുടങ്ങി നമ്മുടെ തിരുക്കർമ്മങ്ങൾ. അപ്പോൾ അവിടുന്ന് പ്രദക്ഷിണമായിട്ടാണ് വന്നത്. അപ്പോൾ പൊന്നും കുരിശ് പിടിച്ചിട്ടുള്ളത് നമ്മുടെ അമ്മന, പിന്നെ ഓൾട്ടർ ബോയ്സിൻ്റെ പിന്നിൽ ഇവർ ഈ 12 പേരുടെയാണ് കാല് കഴുകിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളുടെ സെൻട്രൽ കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സിനെ അതിൽ നിന്ന് 12 പേരെ ചൂസ് ചെയ്തിട്ടുള്ളതാണ് കാല് കഴുകാനായിട്ട്. ഓരോരോ പ്രാവശ്യവും ഓരോ കൊല്ലവും പല കമ്മിറ്റിയിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. അപ്പോൾ വികാരിച്ചനും പയ്യപ്പള്ളിച്ചനും ആയിരുന്നു കുർബാന. 12 പേരെ നിർത്തിയിട്ട് എല്ലാവരും വൈറ്റൊക്കെ ഇട്ടിട്ട് നല്ലതായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൊയറുകാരാട്ടോ, അത് കൊയറുകാർ എല്ലാവരും വൈറ്റ് ഇടണമെന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് പേർക്ക് ഇല്ലാത്തതുകൊണ്ട് ഇട്ടില്ല. പിന്നെ കാൽക്കഴുകൽ ശുശ്രൂഷയായിരുന്നു കേട്ടോ. അതാണല്ലോ മെയിൻ പെസഹ വ്യാഴാഴ്ച. അതും പിന്നെ അപ്പം മുറിക്കൽ ശുശ്രൂഷയാണല്ലോ പെസഹ വ്യാഴത്തിൻ്റെ പ്രത്യേകത. അത് താളത്തിൽ വെള്ളം കൊടുത്തു ആ പാട്ട്. പക്ഷേ ഞാനത് ഇടാൻ നോക്കി, പക്ഷേ കോപ്പിറൈറ്റ് കിട്ടിയതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാം. അത് പാടി ത്രൂ ഔട്ട് കഴിഞ്ഞവരെ അത് പാടി. അത് കഴിഞ്ഞ് കുർബാന അധികം വൈകില്ല കേട്ടോ. പ്രസംഗം പറഞ്ഞത് പയ്യപ്പള്ളിയച്ചനായിരുന്നു. നല്ല പ്രസംഗമായിരുന്നു. കുർബാന വിചാരിച്ചതിൻ്റെ ആയിരുന്നു, അതും നല്ലതായിരുന്നു ആസ് യൂഷ്വൽ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈ 12 ശിഷ്യന്മാർക്കും ഓൾട്ടർ ബോയ്സിനും കൊയറുകാർക്കും കമ്മിറ്റി മെമ്പേഴ്സിനൊക്കെ അച്ഛൻ ബണ്ണ് കൊടുത്തു കേട്ടോ. നമ്മുടെ നല്ല ബണ്ണായിരുന്നു, ജയ ബേക്കറിയിലത്തെ, പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുർബാനയ്ക്ക് എഴുന്നള്ളിച്ച് വെക്കലായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ പ്രദക്ഷിണം പോലെ നല്ല രസമുണ്ടായിരുന്നു. കുട്ടികളെ സിസ്റ്റേഴ്സ് ട്രെയിൻ ചെയ്ത്, സിസ്റ്റർ ലീമിയായിരുന്നു തോന്നുന്നു എനിക്ക് ട്രെയിൻ ചെയ്തത് കുട്ടികളെ. കഴിഞ്ഞുള്ള ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ കഴിഞ്ഞ കുട്ടികൾ ആ ഗൗണൊക്കെ ഇട്ട് വന്നിട്ട് പൂ വിതറലും ഹോളി വാട്ടർ തെളിക്കലും നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അതുപോലെ സിസ്റ്റർ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കുട്ടികളെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ത്രൂ ഔട്ട് ഓരോ മണിക്കൂർ ഇടവിട്ട് ആരാധനയാണ്. 9 മണി തുടങ്ങി 6 മണി വരെ. 6 മണിക്കാണ് പൊതു ആരാധനയുള്ളത്. അപ്പോൾ അതുവരെ കണ്ടിന്യൂസ് ഇത് കണ്ട ഈ പ്രദക്ഷിണത്തിൽ മറ്റേ കാല് കഴുകിയ ആൾക്കാരായിരുന്നു ഫ്രണ്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓൾട്ടർ ബോയ്സ് അതിൻ്റെ പിന്നിൽ. അങ്ങനെയാണ് അച്ഛൻ അവിടെ കൊണ്ടിട്ട് അത് നല്ല സിമ്പിൾ ആൻഡ് സിമ്പിളായിരുന്നു ഡെക്കറേറ്റ് ചെയ്തതൊക്കെ. ഭയങ്കര ആർഭാടമൊന്നുമല്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറായിരുന്നു. ഇത് കഴിഞ്ഞ് 6 മണിക്കാണ് പൊതു ആരാധന. അത് കഴിഞ്ഞ് അപ്പം മുറിക്കൽ ശുശ്രൂഷയായിരുന്നു. സാധാരണ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇല്ലായിരുന്നു, നമ്മൾ വീട്ടിൽ മുറിക്കലായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ അച്ഛൻ വന്നതിന് ശേഷം ആദ്യമായിട്ട് അപ്പം മുറിക്കൽ. അമൽച്ചേട്ടൻ വന്നു. 2 വീഡിയോയിൽ അമൽച്ചേട്ടൻ ഇല്ലാണ്ടായപ്പോൾ അമൽച്ചേട്ടൻ ഹോളി വീക്കിന് പള്ളിയിൽ വരുന്നില്ലെന്ന് ആൾക്കാർക്ക് ഡൗട്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അമൽച്ചേട്ടൻ അതൊന്ന് വീഡിയോയിൽ വായോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തിയിരിക്കണതാണ്. അത് കഴിഞ്ഞ് അപ്പം മുറിക്കൽ കഴിഞ്ഞ് നമ്മളെല്ലാവരും മറ്റേ ശർക്കര പാനി അവിടെ തന്നെ ഉണ്ടാക്കിയതാട്ടോ. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം നാളെ ദുഃഖ വെള്ളിയാഴ്ചയ്ക്കുള്ള പ്രാക്ടീസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നു.